بسم الله الرحمن الرحيم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അസ്സലാത്ത്, നമസ്കാരം എന്നുള്ള ഇബാദത്ത്, അത് ഹദീസിൽ എങ്ങനെയാണ് വന്നത് അത് പ്രകാരം പഠിച്ചുകൊണ്ടിരിക്കുന്ന 5-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമസ്കാരത്തിൻ്റെ ശുറൂത്തുകളും ഫുറൂളുകളും നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള നമസ്കാരത്തിൻ്റെ തുടക്കമാണ്. തുടക്കത്തിൽ നിന്ന് നമസ്കരിക്കണം എന്ന് നമ്മൾ പറയുകയുണ്ടായി. തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ ചർച്ച ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് കൈ ചുമലിന് നേരെയോ അല്ലെങ്കിൽ ചെവിക്കൊന്നിക്ക് നേരെയോ ഉയർത്തണം. അത് പ്രബലമായ സുന്നത്താണ്. നമസ്കാരത്തിൽ കൈ ഉയർത്തേണ്ട 4 സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ കൈ ഉയർത്തുന്ന സമയത്ത് ചുരുട്ടിപ്പിടിക്കേണ്ട, അങ്ങനെയും പിടിക്കേണ്ട, വിടർത്തേണ്ട ആവശ്യമില്ല. സാധാരണ നിലക്ക് കിബിലക്ക് നേരെയാക്കിക്കൊണ്ട് ഇവിടെ നടുവിലെ ശരിഭാഗം ശരി കാണിച്ചുകൊണ്ട് ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. ആ നിലക്ക് കൈ ഉയർത്തണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. തെറ്റായ രീതിയിൽ പലരും കൈ ഉയർത്താതെ ചുരുട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഒക്കെ കൈ ഉയർത്തുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല ഹദീസിൽ വന്നത്. കൈ ഉയർത്തി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന 1-ാമത്തെ തക്ബീറാണ്. ഇപ്പോൾ ഉംറക്ക് നമ്മൾ ഇഹ്റാം പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, നമുക്ക് ഹലാലായ കാര്യങ്ങളെല്ലാം ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഹറാമാകും. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് നമസ്കാരം എന്ന ഇബാദത്തിലേക്ക് കടക്കുമ്പോൾ 1-ാമത്തെ തക്ബീർ, ആദ്യത്തെ പ്രഥമ തക്ബീർ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ തക്ബീറുകളാണ്. ഈ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സാധാരണ നിലക്ക് നമുക്ക് ഹലാലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഹറാമായി. സംസാരിക്കാൻ പറ്റൂല, തിരിഞ്ഞു നോക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഓടാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. കാരണം നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും, ഒരാൾ കൃത്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാലല്ലാതെ അയാൾക്ക് നമസ്കാരം ലഭിക്കുകയില്ല. അപ്പോ നമസ്കാരം ഇമാം അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, റക്അത്ത് പോകാതിരിക്കാനും വേണ്ടി റുകൂവിലേക്ക് പോകും എന്ന് നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ഓടിങ്ങോട്ട് വന്നിട്ട് ശരിക്കൊരു തക്ബീറത്തുൽ ഇഹ്റാം ഒന്നും കെട്ടാതെ അങ്ങോട്ട് ഇമാമിന്റെ കൂടെ കൂടുന്ന ആൾക്കാരൊക്കെ കാണാൻ സാധിക്കും. ഇമാമ് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടട്ടെ, എത്രയാണോ സാവകാശം വഖാറോടുകൂടി വളരെ ശാന്തമായിക്കൊണ്ട് ഗാംഭീര്യത്തോടു കൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം. എന്നിട്ട് ഏതാണോ തനിക്ക് കിട്ടിയത് അവിടെ നിന്ന് അങ്ങോട്ട് ഇമാമിനെ തുടരുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് എന്നർത്ഥം. ശരി, ഇനി ഒരു ചർച്ച, ഫിഖ്ഹിലുള്ള ചർച്ചയാണ്, എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത് എന്നുള്ളത്. എപ്പോഴാണ് നമ്മൾ കൈ ഉയർത്തേണ്ടത്? നമ്മൾ സാധാരണ ഇപ്പം ചെയ്യുന്നതൊക്കെ ശരിയാണ്, എന്നാലും ഈ വിഷയം വൈജ്ഞാനികമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം. 3 ചർച്ചകളാണ് ഉള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസുകളാണ് 3ഉം. തക്ബീർ ചൊല്ലുന്നതോടൊപ്പം അതേപോലെ തന്നെ തക്ബീറിന് മുമ്പ്, തക്ബീറിന് ശേഷം, ഇത് 3ഉം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നത് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. നമ്മൾ സാധാരണ എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാറുള്ളത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ്, അഥവാ തക്ബീറിന്റെ കൂടെ തന്നെയാണ് ചൊല്ലുന്നത്, തക്ബീറിന്റെ കൂടെ തന്നെയാണ് നമ്മൾ കൈകെട്ടുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ നമ്മൾ കൈ ഉയർത്തുന്നത് അല്ലാഹു അക്ബർ ഇങ്ങനെയും വന്നിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തക്ബീറിന് ശേഷം കൈ ഉയർത്തിയിട്ടും വന്നിട്ടുണ്ട് എന്ന്. അപ്പോ രണ്ടാമത് എങ്ങനെ പറഞ്ഞ്? തക്ബീറിന് മുമ്പ് ആദ്യം എന്തായിരുന്നു? അല്ലാഹു അക്ബർ, ആദ്യം നമ്മൾ തക്ബീറിന് മുമ്പ് അല്ലേ. മൂന്നാമതാണെങ്കിൽ നമ്മൾ പറഞ്ഞു തക്ബീറിന് ശേഷം. ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒന്ന് നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നിസ്കരിച്ചു, ആ നമസ്കാരം കണ്ട് റിപ്പോർട്ട് ചെയ്ത സഹാബികളുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്, ശരിയാം വണ്ണം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അതിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്ത് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തക്ബീറത്തുൽ ഇഹ്റാം കഴിവുള്ളവൻ നിന്നുകൊണ്ട് തന്നെ ചൊല്ലൽ നിർബന്ധമാണ്, അല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം, നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞ റുക്നാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഗൗരവമായി പഠിപ്പിച്ച കാര്യമാണ് നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരിക്കാം, അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ചില ആളുകളെങ്കിലും പണ്ട് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചതിൻ്റെ പേരിലോ ആക്സിഡന്റ് ബാധിച്ചതിൻ്റെ പേരിലോ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്നാണ് നിസ്കരിച്ച് ശീലമായപ്പോൾ അതൊരു സുഖം വരിക, കസേരയിലാണ്ട് ഇരിക്കാൻ നിസ്കരിക്കുക. അതിനൊരു ഗൗരവം കാണാത്ത അവസ്ഥ ചില ആളുകളിലൊക്കെ ഉണ്ടോയെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. അതെങ്ങനെ തോന്നല്? നല്ലലിക്ക് നടന്ന് ഉഷാറായിട്ട് ഓടിയും ചാടിയൊക്കെ നടന്നിങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ കയറി വരുന്ന ആൾക്കാർ എന്നിട്ട് വന്നിട്ട് കസേരയിലാണ്ടിരിക്കുക. അപ്പൊ അത് ശരിയല്ല. കാരണം റുക്കിനില്ലെങ്കിൽ നിസ്കാരം ഇല്ല. എന്നാൽ അയാൾക്ക് എത്രയാണോ നിൽക്കാൻ പറ്റുന്നത് അത്രയും നിൽക്കുക. അയാൾ ഇങ്ങനെ വന്ന് നടന്നു വരുന്ന ആളാണല്ലോ, ആരും പിടിച്ചൊന്നും വന്നൊന്നുമല്ല, വടിമലൊന്നും വന്നതല്ല, ശരിക്കും ഇങ്ങനെ വന്ന ഒരാള്. അയാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം നിന്ന് ചെയ്യാൻ പറ്റുമോ? അത് നിന്ന് ചെയ്യാം. കാരണം അയാൾ വന്ന് നിൽക്കണ്ടല്ലോ, അങ്ങനെ നിൽക്കാനും കഴിയുന്ന ആളാണല്ലോ. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ആളാണ്, കെട്ടാൻ പറ്റുന്ന ആളാണെങ്കിൽ കെട്ടിയിട്ട് എന്നിട്ട് അയാൾ ഇരിക്കുക. അതാണ് ഇരുന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത്. ഇനി എത്രയാണോ കുറച്ചേരം നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ ചെറിയ
ഇപ്പൊ ളുഹറും അസറും മഗ്രിബൊക്കെ കുറച്ചേ ഓതുള്ളൂ, നമുക്കറിയാം. അപ്പോൾ ആ ഒരു ചെറിയ ഖദർ കണക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കട്ടെ, ഇടങ്ങാറാവണം എന്നല്ല ഇപ്പൊ പറഞ്ഞത്. നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. എന്നാൽ കൂടുതൽ നിൽക്കുമ്പോൾ അയാൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അയാൾ ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഗൗരവം കാണണം. അല്ലാതെ വേഗം വരിക കസാലയിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് അത് ശരിയല്ല. നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്കിനാണ് എന്നുള്ളത് നമ്മൾ പലതവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി അടുത്ത ചർച്ചയാണ്, നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? നിൽക്കുന്ന സമയത്ത് കൈ കെട്ടിയിട്ടാണ് ഉണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിനെ പിടിച്ചു. ആ നിലക്കാണ് ഖിയാമിൽ ഉണ്ടായിരുന്നത് എന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് കാണുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ നമസ്കരിച്ചു. ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മുകളിൽ വെച്ച് എന്നിട്ട് അലസ്വദരി തൻ്റെ നെഞ്ചിലായിക്കൊണ്ട് കൈവച്ചു എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മുകളിൽ വെച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, ചില ആളുകൾ, അത് സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. ചില നിസ്കാരക്കാരൊക്കെ നമ്മളെ നാട്ടിലൊന്നും, നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും, കൈ താത്തിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ നിസ്കരിക്കുകയാണോ നിൽക്കുകയാണെന്നോ അറിയില്ല, അവരെങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു നിസ്കരിക്കുകയാണ്. അങ്ങനെ ചില ആൾക്കാരെ ഇപ്പൊ ഈ ഇബാദികളൊക്കെ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. ഖവാരിജികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഒരു കൈ. അതേപോലെ തന്നെ ചില മാലിക്കികൾ ഒക്കെ കൈ താത്തിയിട്ട് നിസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കെട്ടി നിസ്കരിച്ചു എന്നുള്ളത് പ്രബലമായി വന്നതാണ്. അത് ആ സുന്നത്ത് എടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നോക്കൂ, കൈ, വലത് കൈ ഇടത്തെ കൈപ്പത്തിയുടെ പിറകുവശത്തും മണിബന്ധത്തിലും കൈത്തണ്ടയുമായി നെഞ്ചിൽ വെക്കണം. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് തല കുറച്ച് താത്തി സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. അഥവാ എവിടെയാണ് കൈ വെക്കേണ്ടത്? സാധാരണ പള്ളമിലാണോ, പുക്കിളിൻ്റെ താഴെയാണോ, പുക്കിളിൻ്റെ മുകളിലാണോ, നെഞ്ഞത്താണോ എന്ന് പല ചർച്ചകളും കാണാൻ സാധിക്കും. നമുക്കറിയാം, അതിൽ ആ വിഷയത്തിൽ വന്ന ഹദീസുകളിലൊക്കെ പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നെഞ്ഞത്ത് കൈവച്ചു എന്ന് പറഞ്ഞ ഹദീസ്, വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ആ ഹദീസിന്റെ വിഷയത്തിലും ചില പണ്ഡിതന്മാർ ചില പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കൂടുതൽ ബലമായതും ശരിപ്പെട്ടതും സലഫി ഉലമാക്കളിൽ ആധുനികരായ എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ പറഞ്ഞ സംഗതിയാണ് നെഞ്ഞത്ത് കൈവച്ചു എന്നുള്ളത്. നെഞ്ഞത്ത് കൈവച്ചു എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മൾ നെഞ്ഞിനൊരു കുഴി ഉണ്ടാവും, ഇവിടെ ഒരു കുഴി ഇവിടെ കാണാം. അല്ല നെഞ്ഞിൻ്റെ മുകളിൽ ഇങ്ങോട്ട് കയറ്റി അടിച്ചു എന്നല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങനെ കൈകെട്ടണം എന്നല്ല. അഥവാ ശരിക്ക് അല്ലാഹു അക്ബർ, ഇതാണ് വന്നിട്ടുള്ളത്. എന്നാൽ ചില ഉലമാക്കൾ താഴെ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതിൽ ഈ ആധുനിക സലഫി പണ്ഡിതന്മാർ ഒക്കെ നമുക്ക് വിശദീകരിച്ചാണ് ഈ പറഞ്ഞ പോലെ തന്നെ വായിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വന്ന ആ വിഷയമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അതെന്താണ്, നെഞ്ഞത്ത് കൈ, നെഞ്ഞ് എന്ന് പറഞ്ഞാൽ നെഞ്ഞിന് ശരീരത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. അതേപോലെ തന്നെ ഈ ഹദീസുകളും ഈ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ട് സലഫി ഉലമാക്കൾ തന്നെ പറയുന്ന ചർച്ചയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഏതായിരുന്നാലും എങ്ങനെയാണ് കൈകെട്ടേണ്ടത്? എങ്ങനെയാണ് കൈകെട്ടേണ്ടത്? പല രീതിയിൽ. ഇപ്പം ഇങ്ങനെ കൈകെട്ടുന്ന ആൾക്കാരെ കാണാം, ഈ രീതിയിൽ കൈകെട്ടുക. അതേപോലെ തന്നെ പല കോലത്തിലും കൈകെട്ടുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് കൈകെട്ടേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണിബന്ധത്തിൽ പിടിച്ചു ഇങ്ങനെ വെച്ചു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ദിറാഇൽ പിടിച്ചു എന്ന്, ദിറാ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനാണ് ദിറാ എന്ന് പറയാം. ഇവിടെ പിടിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചു. ഇതൊക്കെ സ്വഹീഹായി വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതികളാണ്. ഇപ്പോൾ
ഈ രീതി വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിൻ്റെ പിന്നെ മഅന ആശയം അടിസ്ഥാനത്തിൽ കാണിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കൈ കെട്ടുക എന്നുള്ളതല്ല, എങ്ങനെയാണോ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൈ കെട്ടുക? ഒന്ന് കൈ കെട്ടിയാട്ടെ. എങ്ങനെയാണ് നമ്മൾ സാധാരണ കൈ കെട്ടുന്നത്? ശരിയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ കൈകെട്ടി അങ്ങനെ തന്നെയാണ് ശീലിച്ച് വരുന്നത്. എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കൈകെട്ടിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ കൈവച്ചു. ഇതും ഹദീസിൽ വന്നിട്ടുള്ള ഈ പറഞ്ഞ രീതികളാണ്. ചില ആൾക്കാർ തെറ്റായ പല രീതിയിലും കൈകെട്ടുന്നത്, എങ്ങനെ കൈകെട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഒരു കത്തിരിപ്പൂട്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ശരിയാവണ്ണം ചില ആൾക്കാർ ഇങ്ങനെ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ തെറ്റായ രൂപങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും കൈ പിന്നെ വലത് കൈ ഇടത് കൈയിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത്. താത്തിയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, അപ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു, കൈകെട്ടൽ പറഞ്ഞു, എവിടെയാണ് കൈകെട്ട് എന്നുള്ള ചർച്ച നമ്മൾ പറയുകയുണ്ടായി. ഇനി കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയാണ് ചൊല്ലാറുള്ളത്, അല്ലേ? വ്യത്യസ്ത രീതിയിലുള്ള ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന, ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥന, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രാരംഭ പ്രാർത്ഥന വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി നമ്മൾ ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അല്ലേ? കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്ന് തുടങ്ങുന്നതുണ്ട്. അതേപോലെ തന്നെ ലഘുവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വാക്കുകളിൽ പഠിപ്പിക്കുകയും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ദുആയാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക അസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. വളരെ ചെറുതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ചൊല്ലിയാട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക അസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് സ്വല്പം ഒന്ന് വൈകി വരികയാണ്. ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ചെറിയ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ പ്രാരംഭ പ്രാർത്ഥനയും പിന്നെ സൂറത്തുൽ ഫാത്തിഹയൊന്നും ചെല്ലാൻ നേരം ഉണ്ടാവില്ല. അപ്പം എന്തില്ലേ മതി? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക അസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടാ. അർത്ഥം കൊണ്ട് വലിയ ഉന്നതമായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ സമയമില്ല. ഇമാമ് റുക്കൂലേക്ക് പോകും, പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ സമയമില്ല. നമ്മളാണ് ചൊല്ലുമ്പോൾ ഇമാമ് ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലി തുടങ്ങിയിരിക്കണം. അപ്പം നമ്മൾ എന്തില്ലാ മതി? നേരെ അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് ഫാത്തിഹ ചൊല്ലിയാൽ മതി. ഇനി അതിനും നേരമില്ല, ശരിക്കും ഒരു തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, ഫാത്തിഹക്കും നേരമില്ല, നമുക്ക് റുക്കൂയിലേക്ക് പോകാം. നമ്മൾ ആ ചർച്ചകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. നോക്കൂ, വളരെ അർത്ഥവത്തായ സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവിനെ പരിശുദ്ധനാണ്, വബിഹംദിക നിന്റെ സ്തുതി കൊണ്ട്, വതബാറക അസ്മുക നിന്റെ നാമം അതെന്താണ്? അനുഗ്രഹീതമായിരിക്കുന്നു, ബറക്കത്തുള്ളതാണ്. വതആല ജദ്ദുക പടച്ചോനെ നിന്റെ സ്ഥാനം പരമോന്നതമാണ്, ഉന്നതിയുള്ളതാണ്. വലാ ഇലാഹ ഗൈറുക നീ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാരണ ചൊല്ലുന്നതാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്വായായ. ഇങ്ങനെ തന്നെയാണോ നമ്മൾ ചൊല്ലണത് എന്നൊന്ന് ശ്രദ്ധിച്ചാളി കേട്ടാ. നമ്മൾ പണ്ടിങ്ങനെ പഠിച്ചു വെച്ച് ഇങ്ങനെ ചൊല്ലുണ്ടാവും, ചൊല്ലണൊക്കെ ശരിയാണോ എന്നുള്ളത്. അള്ളാഹും ഇതിൻ്റെ ഫോട്ടോസ് നമുക്ക് അയക്കാം, ഗ്രൂപ്പിൽ അയക്കാം ഇൻഷാ അല്ലാഹ്. മുമ്പത്തെ നമ്മൾ അയച്ചിരുന്നല്ലോ അല്ലേ? അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്വായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസി അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖത്വായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് നമുക്ക് ഗ്രൂപ്പിൽ പിന്നെ പോസ്റ്റ് ചെയ്യാം.
വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി ഒരു ദീർഘമുള്ള പ്രാർത്ഥനയാണ്. നമ്മളിതിൻ്റെ ഷോർട്ട് പഠിച്ചിട്ടാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായി പഠിശീലിക്കുക. ഒറ്റക്കൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയാണിത് കേട്ടാ. പിന്നെ അല്ലാഹുമ്മ ബഅഇദ് ബൈനി, അത് ഫർദിലും സുന്നത്തിലൊക്കെ ചെല്ലാം. എന്നാൽ ഈ വലിയ ഈ പ്രാരംഭ പ്രാർത്ഥനയൊക്കെ സുന്നത്ത് നമസ്കാരത്തിൽ ഒക്കെ ചൊല്ലുക. ഇതൊക്കെ വ്യത്യസ്തങ്ങളായി ചൊല്ലാൻ ശ്രമിക്കുക. അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ ശ്രമിക്കുക. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? വല്ലാത്ത അർത്ഥമാണ്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആകാശഭൂമികളെ വക്രതയില്ലാതെ, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി, ആകാശഭൂമികളെ ഒരു കേടുമില്ലാതെ ഒരു പോരായ്മയുമില്ലാതെ വക്രതയില്ലാതെ സൃഷ്ടിച്ച മലിക്കുൽ ജബ്ബാറായ നാഥന്റെ മുഖത്തേക്ക് എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. വേറെ ഓടുക്കും ഞാൻ മുഖം തിരിച്ചിട്ടില്ല. എൻ്റെ കൽബും എൻ്റെ ഹൃദയവും പടച്ചോന്റെ മുമ്പിലാണ്. എന്നിട്ട് നമ്മൾ അടുത്ത് പറയാണ് എന്ത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹ്, ആരാണ് ആ റബ്ബ്? റബ്ബിൽ ആലമീൻ. അഥവാ എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ആർക്കാണ്? അള്ളാഹുവിനുള്ളതാണ്, ആ പ്രിയപ്പെട്ട റബ്ബിനുള്ളതാണ്. വേറൊരാളുടെ മുമ്പിലും ഞാൻ തനകുലിക്കുന്ന പ്രശ്നമില്ല. ജാറങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ പുണ്യാത്മാക്കളിലേക്കോ പുണ്യപുരുഷന്മാരിലേക്കോ ആപത്ത് മുസീബത്തുകൾ തടുക്കാനോ പ്രയാസങ്ങൾ നീക്കാനോ പോകേണ്ട ആവശ്യമില്ല. റബ്ബിൻ്റെ അടിമയാണ് ഞാൻ. എന്നിട്ട് നമ്മളിങ്ങനെ പറയണം, അള്ളാഹുവിൻ്റെ മഹത്വം പറയുന്നു, നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി പറയുന്നു. അത്ര അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന നബി ചൊല്ലിയിരുന്നത് ഇതായിരുന്നു: അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വമീകായീല വഇസ്രാഫീൽ ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ ചൊല്ലിയിരുന്നു. അപ്പൊ രാത്രി നമസ്കാരത്തിൽ ഇതല്ല മറ്റേതും ചൊല്ലാം. എന്നാൽ റസൂലുള്ള ഇത് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ചൊല്ലിയാൽ കുറച്ചും കൂടിയും ആ ഒരു സുന്നത്ത് സ്വീകരിക്കലായി ഏതും ചൊല്ലാം. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒന്നിങ്ങനെ പഠിച്ചത് ഇങ്ങനെ ഓടിക്കണം, നമ്മൾ ഓട്ടോപ്ലേ ചെയ്യണം, അതന്നെ വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, അപ്പം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് നല്ല ശരീരത്തോടു കൂടി നജസില്ലാത്ത സ്ഥലത്ത് നജസില്ലാത്ത ശരീരവുമായി കൊണ്ട് ഒളുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ നിന്ന്, എന്നിട്ട് പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ചൊല്ലാത്തവന് എന്തില്ല? നിസ്കാരമില്ല. ഫാത്തിഹ ചൊല്ലൽ നിർബന്ധമാണ്. അപ്പോ ഇവിടെ പല ചർച്ചകളും ആ വിഷയത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഒരാള് റുകൂഇലാണ് ഇമാമിന്റെ കൂടെ എത്തുന്നത്, ഫാത്തിഹ വേണോ വേണ്ടേ? ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. പഴയ നമ്മുടെ ക്ലാസ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഫാത്തിഹ ചൊല്ലാൻ സമയം കിട്ടിയില്ല, അതിൻ്റെ ചർച്ച എന്താണ്? അയാൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വെറുതെ വന്നിട്ട് കുറെ നേരം നിന്ന് ആലോചിച്ച് ഇന്ന് ഫാത്തിഹ ചൊല്ലാൻ പറ്റാത്തതിൻ്റെ കാതല്ല ഈ പറഞ്ഞത്. ശരി, ഏതായാലും ഫാത്തിഹ നിർബന്ധമായിട്ടും ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഫാത്തിഹ നമ്മൾ ശരിയാവണ്ണം പഠിക്കേണ്ട സൂറത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളത്
തജ്വീദോട് കൂടി അർത്ഥമറിഞ്ഞ് ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് ഫാത്തിഹ. അത് ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഫാത്തിഹയുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ ചർച്ചകൾക്ക് പുറമെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എപ്പോഴാണ് ഫാത്തിഹ ചൊല്ലുക? ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹ ഓതുന്നു, നമ്മൾ എപ്പോഴാണ് ചൊല്ലുക? അതിൽ പണ്ഡിതന്മാര് പല അഭിപ്രായം പറഞ്ഞു. ഒന്നാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? ഇമാം ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഇമാം ഫാത്തിഹ നിർത്തി സൂറത്ത് തുടങ്ങാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് അല്പം പതുക്കെ ഫാത്തിഹ ഓതി തീർക്കുക. എന്നിട്ട് സൂറത്ത് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും വേണ്ടില്ല, ഫാത്തിഹ നമ്മൾ ഓതി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നിർത്തുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഓതാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയൊക്കെ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ചൊല്ലാം. എന്നാൽ ഇവിടെ മറ്റൊരു ചർച്ച, ഇമാമിന്റെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? അതിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഓതേണ്ടതില്ല, ഇമാമിന്റെ ഫാത്തിഹ മതി. ആർക്ക്? മഅ്മൂമിനും. നമ്മൾ ശരിയാം വണ്ണം അത് കേൾക്കുക. ഏത്? ഉറക്കനെ ഓതുന്ന റക്അത്തുകളിൽ, ഉറക്കനെ ഓതുന്ന റക്അത്തുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്ത് ഉറക്കനെ ഓതുന്ന നിസ്കാരങ്ങളിൽ 1, 2, ബാക്കിയുള്ള റക്അത്തുകൾ നമ്മൾ ഓതണം. അപ്പോ അതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു എന്ത്? ഓതേണ്ടതില്ല, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ചിലർ പറഞ്ഞു ഓതണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റസൂലുള്ളാഹി ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇമാമിന്റെ കൂടെ ഇങ്ങനെ ഓതണത്? അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഇമാമ് സൂറത്ത് ഓതുമ്പോൾ നമ്മളും ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓതുക. റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇമാം ഓതുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഖുർആൻ പറഞ്ഞ കാര്യം, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. നിങ്ങൾ ഖുർആൻ ഓതുന്ന കേട്ടാൽ നിങ്ങൾ എന്താണ്? വസ്തമിഊ ലഹു വൻസിതു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. അപ്പൊ നമ്മൾ ചൊല്ലല്ല വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, ആരാണ് നിസ്കാരത്തിന് ഞാൻ ഓതുന്ന സമയത്ത് എൻ്റെ പിന്നിൽ നിന്ന് ഓതുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ അല്ലാതെ എന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിഹ അല്ലാതെ നിങ്ങൾ ഇനി ഒന്നും ഓതരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസിന് ചില ദുഅഫുണ്ട് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും കൂടി പ്രബലമായിട്ടുള്ളത് ഫാത്തിഹ ഓതുക, ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. നമ്മളെ പിന്നെ രണ്ടും പറഞ്ഞു പണ്ഡിതന്മാരുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഫാത്തിഹ ഓതുക, അത് ഈ പറഞ്ഞ രീതിയിൽ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അല്പം സ്പീഡിൽ ഓതി കഴിഞ്ഞാൽ നമുക്ക് ഫാത്തിഹ ഓതാൻ പറ്റും. അല്ല എന്നുള്ള ചർച്ചകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇവിടെ മറ്റൊരു ചർച്ച എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇമാമായിട്ടുള്ള ആള് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഉറക്കെ ചൊല്ലേണ്ടതില്ല. ബിസ്മി ഉറക്കെ ചൊല്ലേണ്ടതില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച സഹാബികൾ പറയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലൈതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൽഫ അബീ ബക്കറിൻ വഉമറ കാനൂ ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു, പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ നിസ്കരിച്ചു, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ നിസ്കരിച്ചു. അവര് നിസ്കാരം തുടങ്ങിയത് കേൾക്കൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ്. വഹും യസ്തഫ്തിഹൂന സ്വലാത്ത ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഹദീസ് ഉണ്ട്.
അപ്പോൾ ഇമാമിന്റെ നമ്മൾ കേൾക്കുന്നത് എന്താ? അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സാധാരണ നമ്മോടൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഈ വഹാബി എല്ലാം കക്കലാണ്, തറാവീൻ്റെ റകാത്ത് കട്ടു, കൂട്ടപ്രാർത്ഥന കട്ടു, സുബീൻ്റെ കുനൂത്ത് കട്ടു, എല്ലാം കട്ട് മുറിച്ച് ദീനെന്നെ കട്ടു മുറിച്ചില്ലാതാക്കി, അതേപോലെ തന്നെ ബിസ്മി കട്ടു എന്ന് നമ്മളെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, സാധുക്കൾ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവർക്ക് ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. അപ്പോൾ എന്താണ് സംഭവം? കേൾക്കണില്ല എന്ന് പറഞ്ഞ് ചൊല്ലണില്ല എന്നർത്ഥം. കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ചൊല്ലണില്ല എന്നല്ലല്ലോ അർത്ഥം. അങ്ങനെ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നമ്മളെ സമസ്തക്കാരായിട്ടുള്ള ഉസ്താദുമാർ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണില്ല, കാരണം നമ്മൾ കേൾക്കണില്ലല്ലോ, നമുക്ക് അങ്ങനെയും പറയാമല്ലോ. അഊദ് ചൊല്ലണില്ല, അതും കേൾക്കണില്ലല്ലോ. കേൾക്കണില്ലെങ്കിൽ ചൊല്ലണ അല്ല. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയും അഊദും ബിസ്മിയും ഒക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ ഒരാൾ എപ്പോഴെങ്കിലും ബിസ്മി ഉറക്കെ ചൊല്ലി എന്ന് വിചാരിച്ചിട്ട് അത് ബിദഅത്തായി, അയാളാകെ കുഴപ്പമുണ്ടാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇനി നോക്കൂ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റസൂലുള്ളാഹിന്റെ സഹാബത്തൊക്കെ അൽഹംദു മുതലാണ് തുടങ്ങിയിരുന്നത് എന്ന്. ഇനി ഇതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ ഇതിലേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആമീൻ പറയുന്നത്. റസൂൽ വളരെ പ്രാധാന്യത്തോടു കൂടി റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെ ആമീൻ പറയണം? ഉറക്കെ ആമീൻ പറയണത്. ഉറക്കെ. നമ്മൾ ബാക്കിലേക്ക് പറ്റപ്പോയി ആ വിഷയത്തിൽ. ബാക്കിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാം ആമീൻ ചൊല്ലിയാൽ നിങ്ങൾ ഇമാമിന്റെ കൂടെ ആമീൻ ചൊല്ലണം. ഫഇന്നഹു മൻ വാഫഖ തഅ്മീനഹു തഅ്മീനൽ മലായിക. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീന്റെ കൂടെ, അഥവാ ഇമാം ആമീൻ ചൊല്ലുന്ന സമയത്ത് നമ്മളെ കൂടെ ഇന്നിപ്പം മഗ്‌രിബ് നിസ്കരിച്ച സമയത്തും ഏത് സമയത്തും മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട്, അവരും ആമീൻ പറയുന്നുണ്ട്. അവരുടെ ആമീനുമായി നമ്മുടെ ആമീൻ യോജിച്ചു വന്നാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാമീൻ ചൊല്ലുമ്പോൾ നമ്മുടെ പാപം പൊറുക്കുന്നു എന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. ഇമാം വലല്ലാലിൻ പറഞ്ഞാലും ആമീൻ ചൊല്ലൂല, അല്ലെങ്കിൽ മെല്ലെ ചൊല്ല. റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിക്കിടുങ്ങുമാറ് ആമീൻ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച്, അവരുടെ ആമീൻ ചൊല്ലുന്നതിനെ കുറിച്ച് ഹദീസിലുള്ളത്, ചരിത്രത്തിലുള്ളത്. പള്ളിക്കിടുങ്ങുന്ന രീതിയിൽ ആമീൻ ചൊല്ലുമായിരുന്നു. അപ്പൊ എപ്പോഴാ, എന്താണ് അതിന്റെ പ്രാധാന്യം, എത്രയാണ്? അപ്പൊ ആമീൻ ചൊല്ലണം, ഉറക്കെ ചൊല്ലണം, മാന്യമായ ഉറക്കെ ചൊല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എപ്പോഴാണ് ആമീൻ ചൊല്ലേണ്ടത്? ഇമാമു വലദ്ദാല്ലീൻ എന്നിട്ട് ഇമാമിന്റെ ശ്വാസം എടുത്ത് ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മളും ഉറക്കെ ആമീൻ പറയുക. അതാണ്. അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. അതിനുശേഷം എന്താണ്? ഖുർആനിൽ നിന്നും അവന് ഇഷ്ടമുള്ളത് അല്പം ഓതുക. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും എളുപ്പമുള്ളത് ഓതുക. അതാണ് ആ വിഷയത്തിലുള്ളത്. നോക്കൂ, ഒന്ന് വായിച്ചാട്ടെ എല്ലാവരും. വായിച്ചാട്ടെ. ഒരു സൂറത്ത് എല്ലാവരും വായിച്ചോളി. പൂർണ്ണമായി ഓതലാണ് ഉത്തമം. സുദീർഘമായ സൂറത്താണെങ്കിൽ ഭാഗികമായി ഓതൽ അനുവദനീയമാണ്, അഥവാ ചില ഭാഗങ്ങൾ ഓതുക. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു സൂറത്ത് പൂർത്തിയാക്കല കേട്ടോ. അവിടുന്നൊരു കഷ്ണം, ഇവിടുന്നൊരു കഷ്ണം, മറ്റൊരു കഷ്ണം, അതത്ര വന്നതല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമല്ല. ചൊല്ലാം ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എളുപ്പമുള്ളത് ഓതുക എന്നാണ്. പക്ഷെ ഒന്നില്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവനായി ഓതുക ഒരു റക്അത്തിൽ, അല്ലെങ്കിൽ ആ സൂറത്തിന്റെ പകുതിയും, ആദ്യ പകുതി ഒന്നാമത്തെ റക്അത്തിലും രണ്ടാം പകുതി രണ്ടാമത്തെ റക്അത്തിലും ഓതുക കേട്ടാ. പിന്നെ സൂറത്ത് ഓതുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ബിസ്മി പതുക്കെയാണ് ഓതേണ്ടത്. ബിസ്മി പതുക്കെയാണ്. ഇപ്പൊ 2 സൂറത്ത് നമ്മൾ ഓതുന്നു എന്ന് വിചാരിക്കുക.
2 സൂറത്ത് ഓതാലോ. ഒരൊക്കെ തന്നെ 2, 3, 4 എത്രയോ ഓതാലോ. അപ്പൊ അതിൻ്റെ അടി ബിസ്മി ഓതൽ എങ്ങനെ? ബിസ്മിയുടെ പതുക്കെ ഓതിയാൽ മതി. ഞാൻ ഇമാമാണ്, ഞാൻ 2 സൂറത്ത് അപ്പോൾ ബിസ്മി പതുക്കെയാണ് ഓതൽ കേട്ടാ. 2 സൂറത്ത്, ഒരു സൂറത്ത് 2 റക്അത്തിലായി ഓതലും അനുവദനീയമാണ്. ഏറ്റവും നല്ല എന്തെന്നറിയോ, ഒരു റക്അത്തിൽ ഒരു സൂറത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തിന്റെ പകുതി, എന്നിട്ട് അതിന്റെ അടുത്ത പകുതി 2ാമത്തെ റക്അത്തിലും ഓതുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഏതൊക്കെ സൂറത്താണ് ഓതിയത്? ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായിനൊക്കെ ഏതൊക്കെ ഓതി? ചില ഹദീസുകളൊക്കെ കാണാം, ഇന്ന നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സൂറത്തുകളൊക്കെ ഓതി എന്ന് നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും. ഒരു ഹദീസ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ സ്വലാത്തിൽ ഗദാതി, സുബഹി നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്തുകളുടെ എണ്ണം ബിസിത്തീന ഇലാ മിഅ, 60 മുതൽ 100 ആയത്ത് വരെ റസൂലുള്ള ഓതാറുണ്ടായിരുന്നു എന്നാണ്. ചിലപ്പോൾ ചെറിയ സൂറത്ത് ഓതിയിട്ടുണ്ട്. റസൂലുള്ള സുബഹി നിസ്കാരത്തിൽ അല്പം ദീർഘമായിട്ട് ഓതിയിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ഒരു ദൈർഘ്യം എങ്ങനെ? നിസ്കാരത്തിന്റെ ഒരു ദൈർഘ്യം, ഏറ്റവും ദൈർഘ്യമുള്ള നിസ്കാരം സുബഹി ആകണം. അത് നമ്മളെ ഇമാമിങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ നിസ്കരിക്കണത്. അതിൻ്റെ തൊട്ട് താഴെ ഇശ വരണം. ഓക്കെ, പിന്നെ മഗ്രിബ് നമുക്കറിയാം ചെറിയ നിസ്കാരമാണ്. ളുഹറും അസറും എങ്ങനെ അതിൻ്റെ ദൈർഘ്യം? ഏതത് നീളം കൂടുതലുള്ളത്? എന്താ മനസ്സിലായിക്കോളും, ളുഹറിനാണ് നീളം കൂടുതൽ. ളുഹറിന്റെ പകുതി മതി അസർ. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചു ളുഹറും അസറും ഇന്നാവത്തേനാക്ക് വെച്ച് ഓതേണ്ട നിസ്കാരാന്നാ വിചാരിച്ചു. അല്ല, ളുഹറും അസറും അങ്ങനെ ഓതേണ്ട നിസ്കാരമല്ല. ഓദിച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ ളുഹറും അസറും കേൾക്കാത്തല്ല, എന്നാ പിന്നെ അത് അങ്ങനെയാണ് പോയിക്കോട്ടെ എന്നാണ്. അല്ല, അതും ദീർഘമായിട്ട് നിസ്കരിക്കാം കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിന് അങ്ങനെ ഓതി. അതേപോലെ തന്നെ അന്നഹു സല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കാന യഖറഉ ഫി സുബഹി നമസ്കാരത്തിൽ ഖാഫ് വൽ ഖുർആനുൽ മജീദ് എന്ന സൂറത്ത് ഓതിയത് കേട്ടിട്ടുണ്ട് എന്ന് ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു. സൂറത്തുൽ ഖാഫ് ഉണ്ടല്ലോ, വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു എന്ന് തുടങ്ങുന്ന സൂറത്ത്. ചെറിയ ചെറിയ ആയത്തുകളുള്ള, ചിലത് വലിയ ആയത്തുകളൊക്കെ ഉള്ള സൂറത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു. എന്നാൽ അഹ്യാനൻ യഖറഉ ബി ഖിസാരി സുവർ ഫി സുബ്ഹി ഫമറതൻ ഖറഅ ഇദ ശംസു കുവ്വിറത്, അത് ഓതി റസൂൽ സുബ്ഹിക്ക്. അതേപോലെ തന്നെ പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിൽ ളുഹരി വൽ അസ്രി, ളുഹറിലും അസ്റിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സമായി വത്വാരിഖ് വസ്സമായി ദാത്തിൽ ബുറൂജ് ഓതി. വേം പറഞ്ഞില്ലേ, ഇന്നാവത്തേനാക്കിൽ ഓതി അവസാനിപ്പിക്കാനുള്ളത് മാത്രമല്ല. അപ്പൊ എങ്ങനെ ളുഹറും അസ്റും ഓലി കേട്ടത്? കേൾക്കൂലേ? കേൾക്കാം. ചിലപ്പോ ഏതെങ്കിലും 2 ആയത്ത് ഉറക്കനെ കേട്ടാൽ തന്നെ മതി. നമ്മൾ സാധാരണ മെല്ലെ ഓതുന്ന സൂറത്ത് ഇമാമിങ്ങളിടുന്ന് ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ഒച്ചയ്ക്ക് കേൾക്കണം. ആ കേട്ടപ്പോൾ ഓല് മനസ്സിലാക്കി, ഓൽക്ക് അറിയാലോ സൂറത്ത് ഏതാണ്. ളുഹറിനും അസറിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ത്വാരിഖും അതേപോലെ തന്നെ ബുറൂജൊക്കെ ഓതിയിരുന്നു എന്നാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ളുഹർ, ളുഹറിൽ റസൂൽ ഓതി വല്ലൈലി ഇദാ യഗ്ഷാ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ളുഹറിന് ഓതി. അതേപോലെ തന്നെ വസബത ഇൻദ ഇബ്നു ഖുസൈമ അന്നഹു ഖറഅ ഫീഹിമാ, ളുഹറിനും അസ്റും ഇദസ്സമാഉൻ ശഖ്ഖത്ത് ഓതിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നതിനനുസരിച്ച് പണ്ഡിതന്മാർ പറയും, ഇമാമുക്കളോട് ശ്രദ്ധിക്കാം. നോക്കൂ, സുബഹി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്തൊക്കെ പരിശോധിച്ചപ്പോൾ ഇവകൾ സുന്നത്താണ്. ഈ രീതിയിൽ ഓതുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. നമുക്ക് ബക്രയും ആലി ഇമ്രാനും ഒക്കെ സൂറത്തുകളൊക്കെ ഓതാം, കുഴപ്പമുണ്ടായിട്ടല്ല. എന്നാൽ സുബഹി നമസ്കാരത്തിൽ തിവാലുൽ മുഫസ്സൽ അഥവാ ചെറിയ സൂറത്തുകളിൽ തന്നെ ദൈർഘ്യമുള്ള സൂറത്തുകൾ അഥവാ സൂറത്തുൽ ഖാഫ് ടു മുർസലാത്ത് വരെ, സൂറത്തുൽ ഖാഫ് മുതൽ മുർസലാത്ത് വരെ ഓതുന്നതാണ് സുന്നത്തായിട്ടുള്ളത് സുബഹി നമസ്കാരത്തിൽ.
ഇനി ളുഹറും അസറും ഇശാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നതിനനുസരിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഇതിപ്പോൾ മുഫസ്സലായ സൂറത്ത് തന്നെ ഇതിനെക്കാട്ടി കുറച്ചുകൂടി താഴെയുള്ള ദൈർഘ്യമുള്ള സൂറത്ത് നബ ടു ലൈല് വരെ. സൂറത്ത് നബ ടു മുർസലാത്ത് കഴിഞ്ഞാൽ പിന്നെ നബ ആണല്ലോ. ഇനി നോക്കൂ, മഗ്രിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിന്നെ നിസ്കാരത്തിലുള്ള ഇതൊക്കെ ഒന്ന് വന്ന് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് വലിയ സൂറത്ത് ഓതി വന്നിട്ടുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ഉണ്ട് ളുഹ മുതൽ നാസ് വരെ ആണ് വന്നിട്ടുള്ളത്. അപ്പം മഗ്രിബ് കുറച്ച് ചെറുതാണ്. ഈ സൂറത്തുകൾ, ഈ രണ്ട് ളുഹറും അസറും ചെറുത് തന്നെയാണ്. ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ രീതിയിൽ വലിയ സൂറത്തുകൾ, ഈ കൂട്ടത്തിലെ വലിയ സൂറത്തുകളൊക്കെ ഓതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച്. ളുഹറും അസറും വെച്ച് നോക്കുമ്പോൾ അസർ കുറച്ചുകൂടി ചെറുതാണ്, ളുഹർ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വലുതാണ്. ഇത് ഇമാം നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇമാം നിൽക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇതൊന്നും പറയാത്തവരായിരിക്കും നമ്മളെ ഈ പുറത്തുനിന്ന് വരുന്ന ഇമാമിങ്ങൾ. ഒരു സാധാരണ ഒരു ആഫുലിങ്ങളായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇൽമുള്ള നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം കേട്ടോ. ശരി, അപ്പോൾ അത് ആ വിഷയത്തിൽ നമ്മൾ വന്നിട്ടുള്ള സംഗതികളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ്മൂമിങ്ങളെ എടങ്ങാറാക്കണ ഇമാമായിരുന്നില്ല. മഅ്മൂമിങ്ങളെ എടങ്ങാറാക്കുന്ന ഇമാമിങ്ങളെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. ഒരാൾക്ക് ദൈർഘ്യമുള്ള നിസ്കാരം നടക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ഒറ്റക്ക് നിസ്കരിക്കുക. ഇമാം നിന്നുകൊണ്ട് ദൈർഘ്യം പറ്റൂല. ഇമാം നിന്നിട്ട് ദൈർഘ്യമുള്ള നിസ്കാരം നിസ്കരിച്ച് നബിക്ക് പ്രയാസം ഉണ്ടാക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അയ്യുഹന്നാസ് അയ്യുക്കും അമ്മന്നാസ് ഫല്യുഖഫിഫ്. നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമ് നിൽക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ചുരുക്കണം നിങ്ങൾ. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ ഉണ്ടാകും, വലിയ വയസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ദുർബലന്മാരായിട്ട് ആളുകൾ ഉണ്ടാവും, ആവശ്യക്കാരുണ്ടാവും, പിന്നെ എന്താണ് യാത്രക്കാരായ ആളുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് പോകേണ്ട ആളുകൾ. നമ്മൾ പിന്നെ ഒരു ഇശാന്റെ സമയത്ത് ഒരു ടൗൺ പള്ളി ഇതുപോലത്തെ ഉള്ള പള്ളിയിൽ നിന്നിട്ട് നമ്മൾ ഒരു റക്അത്തിൽ തന്നെ സൂറത്തുൽ മുൽക്കും വേറെ റക്അത്തിൽ ഒരു 2-3 പേജുള്ള ഇതൊക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ ഓരോ പള്ളിക്കും ഗ്രാമത്തിലെ പള്ളിയിൽ ഓതണമായി ആവില്ല ടൗണിലെ പള്ളിയിൽ. അപ്പൊ ഇത് അറിയൽ നിർബന്ധമാണ്. നിസ്കാരല്ലേ, അല്ലാത്തതും വേറെ എവിടേക്കും പോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂല. ജനങ്ങൾ വെറുപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നക്കും മുനഫിരീൻ, നിങ്ങൾ വെറുപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഫമൻ സല്ലാ ബിന്നാസി ഫൽയുഖഫിഫ്, ജനങ്ങളുമായി നിസ്കരിക്കണ ഇമാമിങ്ങൾ ചുരുക്കട്ടെ. ഫഇന്ന ഫീഹിമുൽ മരീദ വല്ലൈഫ വദൽ ഹാജ, രോഗികൾ ഉണ്ടാകും, അതുപോലെ തന്നെ ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ടാകും, ദുർബലന്മാരായ ആളുകൾ ഉണ്ടാവും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ്. ഇഷ്ടപ്പെട്ട സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം തൻ്റെ നാട്ടുകാരുമായിട്ട് ദീർഘിച്ച നിസ്കാരം. പരാതി വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിച്ചു, അഫത്താനുൻ അൻത യാ മുആദ്, ഈ ഫിത്നക്കാരനാണോ മുആദ്? 3 പ്രാവശ്യം ചോദിച്ചു. ഈ വല്ലാത്ത ഫിത്നക്കാർ, എന്താ വിചാരിച്ചാണ്? ചീത്ത പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അനുചരനെ. എന്നിട്ട് എന്താണ്, ഈ നിസ്കരിക്കുകയാണെങ്കിൽ ഇന്നന് സബ്ബീസ്മ റബ്ബിക്കൽ അഅല ഓദിക്കോ, വശംസി വളുഹാഹ ഓദിക്കോ, വല്ലൈലി ഇദാ യഗ്ശ ഓദിക്കോ. കാരണം നിന്റെ പിന്നിൽ ദുർബലന്മാരായ ആളുകളുണ്ട്, വയസ്സേറെ ചെന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ മറ്റു ഇമാമിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇനി നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത്, അത് നിസ്കാരത്തിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ, തിലാവത്തിൻ്റെ ആയത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലാതെ തിലാവത്തിൻ്റെ സുജൂദ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള ദിക്റാണ്, ദുആയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിൻ്റെ കൂടെ കൊടുത്തു എന്ന് മാത്രം, ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളെ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റുകൂഇലേക്ക് പോവുകയാണ്.
നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റുക്കൂ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലൽ അബ്ദി ലാ യുഖീമു സുൽബഹു ബൈന റുകൂഇഹി വസുജൂദിഹി. അഥവാ ഇടയിൽ ഇഅ്തിദാലുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ സുജൂദുമായി ബന്ധപ്പെട്ട, റുക്കൂവുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നർ റജുല യുസല്ലി 60 സനതൻ. ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിച്ചു. 60 കൊല്ലം നിസ്കരിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നും ഒരു നമസ്കാരം പോലും, 60 കൊല്ലം നിസ്കരിച്ച് മരണത്തിന് ശേഷം കൂലി ലഭിക്കാൻ വേണ്ടി അവൻ പടച്ചോന്റെ കോടതിയിൽ വന്നതാണ്. അവനിൽ നിന്നും ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് റസൂൽ അതിന് കാരണം പറഞ്ഞത്, ലഅല്ലഹു യതിമു റുകൂഅ വലാ യതിമു സുജൂദ വയതിമു സുജൂദ വലാ യതിമു റുകൂഅ. അവന്റെ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 റുക്കുനുകളാണ് റുകൂഉം സുജൂദും. ഈ റുകൂഉം സുജൂദും അവൻ ക്ലിയർ ആക്കിയിട്ടില്ല. ചിലപ്പോൾ ചില നിസ്കാരത്തിൽ റുക്കൂ ശരിയായിരിക്കും, സുജൂദ് ശരിയായിട്ടില്ല. അത് ഔട്ടാണ് ആ നിസ്കാരം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കൂല. മറ്റു ചില നമസ്കാരത്തിൽ അവന്റെ റുക്കൂ ശരിയായിട്ടില്ല, സുജൂദ് ശരിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഹദീസ് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അസ്ബഉൻ നാസി സരിക. ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ കള്ളന്മാർ നിസ്കാരത്തിലെ കള്ളന്മാരാണ്. സഹാബത്തി ചോദിച്ചു, റസൂലെ നിസ്കാരത്തിൽ കക്ക് അതെങ്ങനെയാണ്? അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ ഔ ഖാല ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദ്. അഥവാ അവന്റെ റുകൂഉം സുജൂദും പൂർണ്ണമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നിസ്കരിച്ചു, 5 വക്ത് നിസ്കരിച്ചു, ജമാഅത്തായി നിസ്കരിച്ചു, ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിച്ച് പരലോകത്ത് ചെല്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ടില്ല. എന്ത് കാരണം? റുകൂവും സുജൂദും ഏറെ എടുത്തു പറഞ്ഞു. സഹോദരിമാരെ, നമ്മുടെ മക്കളുടെയൊക്കെ നിസ്കാരത്തിൽ വിശദമായി ശ്രദ്ധിക്കണം. റുകൂവും സുജൂദും ഏറെ എടുത്തു പറഞ്ഞു. അത് നിസ്കാരത്തിലെ കക്കലാണ്. റുകൂവും സുജൂദും ക്ലിയർ അല്ലാത്ത ആൾ നിസ്കാരത്തിലെ കക്കലാണ്. എന്തൊക്കെയോ റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്. അത് അതിന്റെ പൂർണ്ണമായ രൂപത്തിലായിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ല, കോഴി കൊത്തുന്ന പോലെയുള്ള നിസ്കാരക്കാരുണ്ട്. റുകൂവും സുജൂദൊക്കെയാണ് കൊത്തിയെടുക്കുകയാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ പാപങ്ങളെല്ലാം, സഹോദരിമാരെ, അവന്റെ മുതുകിന്മേൽ കൊണ്ടുവന്ന് വെക്കപ്പെടും. അവന്റെ പാപങ്ങളെല്ലാം. അവൻ എത്ര സമയം റുക്കൂ ചെയ്യുന്നുണ്ടോ, എത്ര സമയം സുജൂദ് ചെയ്യുന്നുണ്ടോ, ആ സമയം മുഴുവൻ പാപങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു കൊഴിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റുക്കൂഉം സുജൂദും ഏറെ ദൈർഘിപ്പിക്കാൻ നല്ലതാണ്. എത്ര സമയം, 1-2 സെക്കൻഡ് ഏറെ റുക്കൂഉം സുജൂദും ചെയ്തോ, അവന്റെ പാപങ്ങൾ അത്രയും മരം കരിയില പൊഴിക്കുന്ന പോലെ, കാറ്റടിക്കുന്ന സമയത്ത് ഒന്നായിട്ട് പൊളിഞ്ഞാണല്ലോ, അതുപോലെ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും ദീർഘിപ്പിക്കേണ്ട 2 റുക്നാണ് റുക്കൂഉം സുജൂദും. ആർക്ക്? ഒറ്റക്ക് നിസ്കരിക്കണോന്. ഇമാമ് നീണ്ടത് കിട്ടാൻ പറ്റൂല. ക്ലാസ്സിൽ പിന്നെ ഈ ഹദീസ് പഠിച്ചിണെന്ന് പറഞ്ഞിട്ട് പിന്നെ 2-5 മിനിറ്റ് റുക്കൂഉം സുജൂദും നിൽക്കുന്ന കാര്യമല്ല ഇപ്പൊ ഈ പറഞ്ഞത്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ, അതേപോലെ തന്നെ രാത്രി നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് നോക്കൂ, റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, അതിമ്മുർ റുകൂഅ വസ്സുജൂദ്. നിങ്ങൾ സുജൂദും റുക്കൂഉം എന്ത് ഇത് മാത്രം എടുത്തു പറയാൻ കാരണം? നിസ്കാരത്തിൽ എത്ര റുക്നുണ്ട്? എന്നാൽ ഇത് പ്രശ്നമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ മക്കളൊക്കെ നിസ്കാരം, വീണ്ടും ഞാൻ ആവർത്തിക്കാണ്, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ റുക്കൂഉം സുജൂദും പൂർണ്ണമാക്കണം. ഫവല്ലാഹി ഇന്നി ലഅറാകും മിൻ ഖൽഫി ളഹരി. ഞാൻ പിറകവശത്ത് കൂടെ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇമാമുക്കാണെങ്കിലും നിങ്ങള് നിസ്കരിക്കണ ഞാൻ എൻ്റെ പിന്നിലൂടെ കാണുന്നുണ്ട്. എങ്ങനെ പിന്നിലൂടെ കാണുക? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തായിരുന്നു. റസൂലുള്ളാഹി മുന്നോട്ട് തിരിഞ്ഞിക്കുകയാണെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് സഹാബത്തിനെ പിന്നിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അതുകൊണ്ട് നിങ്ങൾ റുക്കൂയിലും നിങ്ങളുടെ സുജൂദിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റുക്കൂഉം സുജൂദും പരിപൂർണമാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് റുക്കൂ. എങ്ങനെയാണ് റുക്കൂവിലേക്ക് പോകേണ്ടത്? നമ്മളിപ്പോൾ കൈ കെട്ടിയാണ് നിൽക്കുന്നത്.
കൈ ഉയർത്തേണ്ട 4 സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം ഏതാ? റുക്കൂയിലേക്ക് പോകുമ്പോഴാണ്. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് പോവല്ല. എങ്ങനെ പോകണം? കൈ ചുമലിന് നേരെ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുക്കൂയിലേക്ക് പോകേണ്ടത്. നമുക്കറിയാം, റുക്കൂയിൽ നമ്മൾ നമ്മുടെ കാലിന്റെ മുട്ടാണ് നമ്മൾ പിടിക്കേണ്ടത്. കാലിന്റെ ചിരട്ടയെ കൈ വിടർത്തിയിട്ട് പിടിക്കണം. കൈ വിടർത്തി, ഇതിന്റെ ഓരോരോ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചിരട്ടയെ നോക്കൂ, കൈകൾ കൊണ്ട് കാൽമുട്ടുകൾ പിടിക്കണം. പിടിക്കുക എന്ന് പറഞ്ഞാൽ കൈ വിടർത്തിക്കൊണ്ട് പിരടി, തല, മുതുകൊക്കെ നേരെയാക്കണം, ശരിയാൻ വണ്ണമാകണം. റസൂലുള്ളാഹിന്റെ ഹദീസുകൾ എങ്ങനെയൊക്കെ വന്നത്? തൻ്റെ 2 കൈകളും കാൽമുട്ടിന്മേൽ ഉറപ്പിച്ചു വെക്കണം. ബുഖാരി ഉദ്ധരിച്ച ഹദീസാ. കൈ വിരലുകൾ കൊണ്ട് കാൽമുട്ടുകൾ കൂട്ടിപ്പിടിക്കുന്നത് പോലെ അവ വിടർത്തി വെക്കുകയും വേണം. മുതുക് പരത്തി വെക്കണം. കണ്ടില്ലേ, മുതുക് ഇവിടെ പരത്തി ഒരു വടി വെച്ച പോലെ ആയിരിക്കണം. ഒക്കെ തട്ടി നിൽക്കണം. റുക്കൂവിന് മുമ്പ് ഇങ്ങനെ പോയിട്ട് റുക്കൂ ചെയ്ത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ശരിക്ക് അപ്പോഴും കൈ ഉയർത്തണം. 3ാമത്തെ കൈ ഉയർത്തണ സമയമാണത്. അപ്പോ ഈ നിലക്ക് റുക്കൂ പരിപൂർണമാണോ എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ റകഅ, റസൂലുള്ള റുക്കൂ ചെയ്താൽ ലം യുഷ്ഖിസ് റഅസഹു വലം യുസവ്വിബുഹു വലാകിൻ ബൈന ദാലിക, റസൂലുള്ളാഹിന്റെ തല താന്നും പോവില്ല, പൊന്തിയും പോവില്ല. ചില ആൾക്കാരുടെ റുക്കൂ ചെയ്തിട്ട് ഇങ്ങനെ തല മാത്രം ഇങ്ങനെ പൊന്തിച്ചു വെക്കണം. ചില ആൾക്കാർ റുക്കൂ ചെയ്തിട്ട് തല ഇങ്ങനെ താതിക്കണം. അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഥവാ പല കോലത്തിലുള്ള റുക്കൂ ചെയ്യുന്ന ആൾക്കാർ എന്തെല്ലാം കോലത്തിലാണ്. ഇങ്ങനെ പറ്റെ താത്തിയ ആൾക്കാർ പല പല കോലത്തിൽ. അപ്പോ റുക്കൂവിനെ അത് ബാധിക്കും. റുക്കൂവിന്റെ സിഫത്തുകൾ അതല്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുക. ഇത് ശരിക്ക് നിന്നിട്ടില്ല. ശരിക്ക് കൈയിന്റെ മുട്ടിനെ ചില ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ ചിരിച്ചു വെക്കും. അങ്ങനെ പല കോലത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അഥവാ നല്ലതുമായി ഇതൊക്കെ ചെയ്യാൻ എന്തോരം ഇടങ്ങാറുണ്ട്. ശൈത്താൻ ഈ ഇടങ്ങാറുള്ളത് മനുഷ്യന്മാർക്ക് എളുപ്പമാക്കി കാണിച്ചു കൊടുക്കും. നേരെ മറിച്ച് ചെയ്യേണ്ടത് എന്താണ്? ശരിക്ക് കൈകൾ ശരിക്കും മുട്ടിനെ വിരലുകൾ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കണം. അതാണ് റസൂലുള്ളാഹിന്റെ. നോക്കൂ, പിന്നെ ഇദാ റകഅ അംകന യദൈഹി മിൻ റുക്ബതൈഹി സുമ്മ ഹസറ ലഹ്റഹു, ലഹ്റക്ക് അഥവാ ശരിക്ക് മുട്ടിൽ കൈ വെച്ചിട്ട് എന്നിട്ട് ലൊഹർ ശരിയാക്കി വെക്കും റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതായിരുന്നു റസൂലുള്ളാഹിന്റെ. ഇനി നോക്കൂ, അന്നൻ നബിയ ഇദാ റകഅ ഫറജ അസാബിഅഹു. എന്താ ഫറജ അസാബി എന്ന് പറഞ്ഞാൽ വിരലുകൾ വിടർത്തും. വിരലുകൾ വിടർത്തിയിട്ടാണ് മുട്ടിന് റുക്കുബത്തിനെ പിടിക്കുന്നത്. ഒക്കെ ഹദീസാണ്. ആ ഹദീസ് ആയതുകൊണ്ടാണ് ചിത്രം ഇങ്ങനെ കൊടുത്തത് കേട്ടാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഇലെ പ്രാർത്ഥനകൾ ചൊല്ലും. ഇത് നമ്മൾ പുതിയൊരു ഇൽമൊന്നല്ല, പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റുക്കൂഇലെ പ്രാർത്ഥനകളാണ്, വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് വന്നിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് വന്നിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചത് ഇതാണ്. എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ് റുക്കൂഇലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ഒരു പ്രാവശ്യെങ്കിലും പറയണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി ചെല്ലുന്ന കൂട്ടത്തിൽ തന്നെ സുബ്ഹാന റബ്ബിയൽ അളീം എന്നും ഒരു പ്രാവശ്യെങ്കിലും പറയണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അതല്ല ഇത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മദ്ഹ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. റുക്കൂയിലും സുജൂദിനും ചെല്ല. ഇതും റുക്കൂയിലും സുജൂദിനും ചെല്ല. സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നുള്ളത് വബിഹംദി, സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നുള്ളത് സുജൂദിന് ചെല്ലാനുള്ളതാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറയണത് ഇതിലേതെങ്കിലും ഒന്ന് ചെല്ലിയാൽ മതി. ഒന്ന് ചൊല്ലിയാൽ തന്നെ അവന്റെ ഫർള് വീടി കേട്ടാ. ശരി, അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കുക. ചില റുക്കൂൽ ഇത് ചൊല്ലുക, ചിലത് ഇത് ചൊല്ലുക, ചിലത് ഇത് ചൊല്ലുക, കൂടുതലായിട്ട് ഇത് ചൊല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നസ്ർ ഇറങ്ങിയതിന് ശേഷം
പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا എന്ന സൂറത്ത് ഇറങ്ങിയ റസൂലുള്ളാഹി ഈ ദിക്ർ കൂടുതലായി ചൊല്ലി എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ശരി, അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ ശ്രമിക്കുക. മറ്റൊരു വലിയ പ്രാർത്ഥനയാണ്, നോക്കൂ, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു. അപ്പോൾ നമ്മൾ എന്താണ്, വലിയ പ്രാർത്ഥനയാണ്. അപ്പോൾ കൂടുതൽ റുകൂഇന് ദൈർഘ്യം കൂടും, കൂടുതൽ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് തരാം. വലക അസ്ലംതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅൽമി വഅസബി വമസ്തഖല്ല ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഅ്തിദാലിലേക്ക് വരികയാണ്. ഇഅ്തിദാൽ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇഅ്തിദാലും വിശദമായി പറയേണ്ടതാണ്. ഇഅ്തിദാലിൽ കൈ കെട്ടണോ കൈ താത്തിയിടണോ എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കാനും നമസ്കാരത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമസ്കാരക്കാരുടെ വാതിലിലൂടെ സ്വർഗം കരസ്ഥമാക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ. റബ്ബന വതഖബ്ബൽ ദുആ എന്ന പ്രാർത്ഥന കൂടുതലായി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന നമ്മുടെയൊക്കെ വിഷയത്തിൽ കബൂലാക്കപ്പെടുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ദീന് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള തൗഫീഖ് മനസ്സ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.